വർക്കൗട്ടിന് മുമ്പ് വാമപ്പും വർക്കൗട്ടിന് ശേഷവും കൂൾ ഡൗണും വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ഇത് പ്രധാനമാണെന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങളത് ചെയ്യുള്ളൂ. പലരും ജിമ്മിൽ കയറി ഉടനെ തന്നെ നമ്മൾ ബെഞ്ച് പ്രസ്സിലോക്കോ അല്ലെങ്കിൽ സ്ക്വാറ്റിലോക്കോ അല്ലെങ്കിൽ വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ട്രെഡ്മില്ലിലേക്കൊക്കെ പോകും. അത് വലിയൊരു തെറ്റാണ്. പല അപകടവും ഉണ്ടാവുന്ന ഇത് കാരണമാണ്. ഒരു കാറ് രാവിലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടനെ 150 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനും കുറച്ച് സമയം ഒന്ന് തയ്യാറാകാനായിട്ട് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ശരീരത്തിനുണ്ടാവും. ഓരോ ജോയിൻറ്റും ഓരോ പേശിയും ഓരോ ടെൻഡോണും അതുപോലെ ഹൃദയവും ശ്വാസകോശവും വർക്കൗട്ടിനായിട്ട് തയ്യാറാക്കി കൊണ്ടുവരണം. ആ ഒരു തയ്യാറാക്കലാണ് വാമപ്പ് എന്ന് പറയുന്നത്. ഇത് പരിക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അതുപോലെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കൂടുതൽ ഭാരം ഉയർത്താനും ഒരു നല്ല ഒരു പ്രകടനം ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് വാമപ്പ് ചെയ്തുകൊണ്ട് വേണം എല്ലാ വ്യായാമങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ. വാമപ്പ് ഒരു 10 മിനിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് കഴുത്താണ്, നെക്ക് മൊബിലിറ്റി. ഇപ്പം നെക്ക് മൊബിലിറ്റിക്ക് വേണ്ടി നമ്മൾ 1 മിനിറ്റാണ് നമ്മൾ സമയം കൊടുക്കേണ്ടത്. ആദ്യം ശരീരം നേരെ നിർത്തുക, അതിനുശേഷം തല പതുക്കെ വലത്തോട്ട് ചരിക്കുക. ഓക്കെ, തുടർന്ന് ഇടത്തോട്ട് തിരിക്കുക, വളരെ സാവധാനം ചെയ്യുക. ശേഷം മുകളിലേക്ക് നോക്കുക, പിന്നെ താഴേക്ക് നോക്കുക. അവസാനം നമ്മൾ ചെവി തോളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഓരോ വശത്തേക്കും തല ചരിക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദിവസവും മൊബൈലും അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കഴുത്തിലെ പേശികൾ മുറുകിയിരിപ്പുണ്ടായിരിക്കും, ടൈറ്റ്നസ് ഉണ്ടാവും. ഈ വ്യായാമം അവയെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, രക്തോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പല വെയിറ്റ് എടുക്കുന്ന സമയത്തും കഴുത്ത് സ്ട്രെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഹെവി ഷോൾഡർ അല്ലെങ്കിൽ ബാക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് കഴുത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവും. അത് കുറയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ഷോൾഡർ റോളാണ്, തോള് കറക്കുക എന്നുള്ളതാണ്. ഇതും 1 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. 2 തോളുകളും നമ്മൾ ചെവിയിലേക്ക് ഉയർത്തിയതിന് ശേഷം നമ്മൾ ഒരു വലിയ ഒരു വൃത്തത്തിൽ പിന്നിലേക്ക് കറക്കുക. ഓക്കെ, അങ്ങനെ ഒരു 10 തവണ കറക്കുക. ശേഷം മുന്നിലേക്ക് ഒരു 10 തവണ കറക്കുക. ഇത് 2 സൈഡും ചെയ്യാം. കഴിയുന്നത്ര ഒരു വലിയ ചലനത്തിൽ തന്നെ അത് ചെയ്യണമെന്നുള്ളതാണ്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഷോൾഡർ പ്രോബ്ലം പല ആളുകൾക്കും ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന ഒരു ജോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. എന്നിട്ടും നമുക്ക് ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നുണ്ട്. ബെഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്തോ പുള്ളപ്പ് ചെയ്യുന്ന സമയത്തോ ലാറ്റ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വാമപ്പ് ചെയ്യാതെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ, ഹെവി ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉണ്ടാവും. നമ്മുടെ കുറേ ലിഗമെന്റ്സ് ഉണ്ട്, അതിന് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാമപ്പ് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് ആം സർക്കിളാണ്, കൈ വൃത്തത്തിൽ കറക്കുക എന്നുള്ള. 2 കൈകളും തോളിൻ്റെ ഉയരത്തിൽ വശങ്ങളിലേക്ക് നീട്ടുക. ഓക്കെ, ആദ്യം ഒരു ചെറിയ വൃത്തങ്ങൾ എടുക്കുക, 10 സെക്കൻഡോ 15 സെക്കൻഡോ ചെയ്യുക. തുടർന്ന് വലിയ വൃത്തങ്ങൾ ചെയ്യുക, ഒരു 20 സെക്കൻഡ് എടുത്ത് വലിയ രീതി കറക്കുക. ശേഷം ദിശ മാറ്റി വീണ്ടും ചെയ്യുക. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? വീണ്ടും ഷോൾഡർ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിഗമെൻറ്റിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ രക്തപ്രവാഹം അങ്ങോട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ കൈകളിലെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും പല അപകടങ്ങൾ ഒഴിവാക്കാനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ചെസ്റ്റ് ഓപ്പണർ എന്നുള്ള വ്യായാമമാണ്, നെഞ്ച് തുറക്കുന്ന വ്യായാമം. ഇതും പ്രധാനമാണ്. 2 കൈകളും നമ്മൾ പിന്നിലേക്ക് കൊണ്ടുപോയി വിരലുകൾ ചേർത്ത് പിടിക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നെഞ്ച് മുന്നിലേക്ക് തള്ളി പിടിക്കുക. 5 സെക്കൻഡ് അങ്ങനെ പിടിച്ചു വയ്ക്കുക. ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് രക്തോട്ടം കൂടിയാണ്. ഇങ്ങനെ 10 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ സ്ട്രെച്ചായി. അതിനുശേഷം 2 കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പുറം വളച്ച് നെഞ്ച് അടയ്ക്കുക. ഓക്കെ, ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യായാമം ചെയ്യുന്ന സമയത്തും നമുക്ക് നെഞ്ചിലോട്ട് ബ്ലഡ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ നെഞ്ച് പേശികൾ മുറുകിയിരിക്കുമായിരിക്കും. ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റർ മെച്ചപ്പെടും, അതുപോലെ നമ്മുടെ മസിൽസ് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാമപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാമപ്പാണ്. അടുത്തതായിട്ടുള്ളത് ബ്രിസ്റ്റ് മൊബിലിറ്റിയാണ്, അതായത് കൈമുട്ടിലുള്ള വാമപ്പ്. വിരലുകൾ ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം കൈമുട്ട് പതുക്കെ ക്ലോക്ക് വൈസ് 15 തവണ കറക്കുക. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു 15 തവണ കറക്കുകയും ചെയ്യുക. ശേഷം കൈകൾ തുറന്ന് വിരലുകളും ഇതുപോലെ ചലിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെയായിട്ട് കറക്കിയാലും മതി, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താലും മതി. ഓക്കെ, പുഷപ്പ് ചെയ്യുന്ന സമയത്തും പ്ലാങ്ക് ചെയ്യുന്ന സമയത്തും ബെഞ്ച് പ്രസ് ചെയ്യുന്ന സമയത്തും ഡംബൽ എക്സസൈസ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ കൈമുട്ടിന് വലിയ ഒരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ നല്ലൊരു മൊബിലിറ്റി ഉണ്ടായാൽ പരിക്കുകൾ കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ആറാമത് തൊറാസിക് റൊട്ടേഷനാണ്. 2 കൈകളും നെഞ്ചിന് മുന്നിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ശരീരം അരയ്ക്ക് മുകളിലുള്ള ഭാഗം
വലത്തോട്ടും അതുപോലെ ഇടത്തോട്ടും പതുക്കെ തിരിക്കുക. ഇങ്ങനെ ഒരു 10-15 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് അഴിയുകയാണ്. ഓക്കെ, അതുപോലെ സ്പൈൻ ഇല്ലേ, നമ്മുടെ നട്ടല്, അതിൻ്റെ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ബാക്കൊക്കെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഉണ്ടാവാം, ബാക്കിൽ മസിൽ പിടുത്തം ഉണ്ടാവും. അടുത്തത് ഹിപ്പ് റൊട്ടേഷനാണ്. അര കറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൈകൾ അരയിൽ വയ്ക്കുക. അതിനുശേഷം ഒരു വലിയ വൃത്തത്തിൽ നമ്മൾ അര ഇങ്ങനെ കറക്കുക. 10 തവണ ഇങ്ങനെ ഓരോ ദിശയിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. വളരെ പതുക്കെ വേണം ചെയ്യാൻ. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വാറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ ലഞ്ചസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഹിപ്പ് അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. പല പരിക്കുകളും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് ആംഗിൾ റൊട്ടേഷനാണ്, കണങ്കാനുള്ള വ്യായാമം. ഒരു കാല് ഉയർത്തി 10 തവണ നമ്മുടെ ഈ കൈ കറക്കിയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കണങ്കാൽ ഇങ്ങനെ കറക്കുക ഒരു സൈഡിലോട്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടും 10 തവണ കറക്കുക. അടുത്ത കാലും ഉയർത്തിയതിനു ശേഷം 10 തവണ ഇങ്ങോട്ട് കറക്കുക, 10 തവണ അങ്ങോട്ട് കറക്കുക. ഇത് ബാലൻസ് നമ്മൾ വർദ്ധിപ്പിക്കും. അതുപോലെ സ്ക്വാറ്റിലും അതുപോലെ വ്യായാമം ചെയ്യുന്ന സമയത്തും പരിക്കുകൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇനി ലെഗ് സ്വിങ് ഉണ്ട്. അതായത് മതിൽ പിടിച്ചതിന് ശേഷം മുന്നോട്ടും പിന്നോട്ടും നമ്മുടെ 15 തവണ നമ്മുടെ കാല് മൊത്തമായിട്ട് വശങ്ങളിലേക്ക് ഒരു 15 തവണ വീശുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ കാലിലും ഇങ്ങനെ മാറി മാറി ചെയ്യുക. അതും നമ്മൾക്ക് നമ്മുടെ എല്ലാ ഒരു കാലിലുള്ള ഹാംസ്ട്രിങ്ങും അതുപോലെ ഹിപ്പ് ഫ്ലെക്സേഴ്സും ഗ്ലൂട്ട്സ് മസിലും ഒക്കെ സജീവമാകാനും ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ് ലഞ്ചസ്. ലഞ്ചസ് ഞാൻ പറഞ്ഞാണ്, ഒരു കാലിൽ ഇങ്ങനെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നിൽക്കുക. അതിനുശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം അടുത്ത കാലിലും ഇതുപോലെ 5 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ സമയത്തെല്ലാം നമ്മുടെ ആ ഒരു ഭാഗത്തോട്ടുള്ള നമ്മുടെ രക്തോട്ടം കൂടുകയും ഭാവിയിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുകയും ചെയ്യും. ഓക്കെ, ഓരോ ലഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നത്രയും നേരം അങ്ങനെ നിൽക്കുക. അതിനുശേഷം വീണ്ടും പഴയതുപോലെ ആകുക, വീണ്ടും ലഞ്ചസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ഹിപ്പിൻ്റെ ഒരു ബാലൻസും കോർ ബാലൻസും അതുപോലെ മൊബിലിറ്റിയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. 5 അല്ലെങ്കിൽ 10 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക, ഒരു ജോഗിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഒരു കുറച്ചൊന്ന് വിയർത്തതിന് ശേഷം വേണം ബാക്കിയുള്ള കഠിനമായ വ്യായാമത്തിലോട്ട് പോകാൻ. ഇത് പ്രധാനമാണ്. അതായത് ഒറ്റയടിക്ക് വലിയ വ്യായാമങ്ങളോട്ട് പോകരുത്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വ്യായാമം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പതുക്കെ കുറച്ച് ഹൃദയമിടിപ്പൊന്ന് കൂട്ടി സുരക്ഷിതമായി വർദ്ധിപ്പിച്ചതിന് ശേഷം പേശികളിലേക്ക് കൂടുതൽ ഓക്സിജനും രക്തവും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഒരു 3 മുതൽ 5 മിനിറ്റ് നമ്മൾ ഈ രീതിയിൽ വ്യായാമം ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യായാമവും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഒരു 5 മുതൽ 10 മിനിറ്റാണ് നമ്മൾ സാധാരണ വാമപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ വാമപ്പിനുള്ള വ്യായാമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും വാമപ്പ് ചെയ്യാതെ നമ്മൾ ബാക്കിയുള്ള കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ വാമപ്പ് എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. ഇനി ഇതുപോലെ തന്നെ കൂൾ ഡൗൺ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒത്തിരി ഹെവി വെയിറ്റ് ഒക്കെ എടുത്തു, അതിനുശേഷം നമ്മുടെ ശരീരം ഒന്ന് കൂളാകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൂൾ ഡൗൺ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ മെഷീനിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയും എവിടെയെങ്കിലും കയറി കിടക്കുകയോ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ കാറിൽ പോയി AC ഇട്ടിരിക്കുകയും ചെയ്യരുത്. പലരും ചെയ്യുന്ന വലിയ തെറ്റാണ് ഈ ഒരു കാര്യം. നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്ന സമയത്ത് വാമപ്പ് ചെയ്തതുപോലെ അവസാനിച്ച സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒന്ന് സ്ലോ ആക്കി ഒന്ന് കൂളാക്കണം. അപ്പോഴേ നിങ്ങളുടെ ശരീരം ഒരു റിക്കവറി മോഡിലോട്ട് വരുള്ളൂ. ഈ സമയത്ത് പേശികളിൽ അടിഞ്ഞുകൂടിയ ഒരു ടെൻഷൻ ഒന്ന് കുറയുകയും അതുപോലെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് പതുക്കെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ രക്തഓട്ടം ക്രമീകരിക്കാനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ നല്ല മാറ്റങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂൾ ഡൗൺ ചെയ്യുന്ന സമയത്ത്. ഇവിടെ സ്ട്രെച്ചാണ് ചെയ്യേണ്ടത്. ഒരു 30 മുതൽ 40 സെക്കൻഡ് നമ്മൾ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചെറിയ കാര്യങ്ങളാണ്, അധികമായിട്ട് വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 വ്യായാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 5 എണ്ണമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ഈ സമയത്ത് ശ്വാസം പിടിച്ചു വെച്ചൊന്നും അല്ല ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഈ സ്ട്രെച്ചുകളെല്ലാം ചെയ്യാനായിട്ട് നോക്കുക. ആദ്യത്തത് സ്ലോ വാക്കിംഗ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്പീഡിലൊക്കെ നടന്നു അല്ലെങ്കിൽ ഓടിയെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. ഓക്കെ, വർക്കൗട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു ട്രെഡ്മില്ലോ അല്ലെങ്കിൽ സാധാരണ നിലത്തൊക്കെ വളരെ പതുക്കെ നടക്കുക എന്നുള്ളതാണ്. ഹൃദയമിടിപ്പ് ക്രമേണ താഴോട്ട് എത്തിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഇത് പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂൾ ഡൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഹാംസ്ട്രിങ് സ്ട്രെച്ചാണ്. ഒരു കാല് മുന്നിലേക്ക് നീട്ടി കുതികാല് നിലത്ത് വയ്ക്കുക. അതിനുശേഷം പുറം നേരെ നിർത്തിയതിന് ശേഷം അരയിൽ നിന്ന് പതുക്കെ മുന്നോട്ട് കുനിയുക. ഇതാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ച്. കാലിൻ്റെ പിന്നിൽ വലിച്ചു നീട്ടൽ അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഓരോ കാലിലും 30 മുതൽ 45 സെക്കൻഡ് ഇങ്ങനെ ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെഡ് ലിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്ക്വാറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുറുകിയ ഒരു ഹാംസ്ട്രിങ് പേശികളെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം പുറമേദന വരാനുള്ള സാധ്യതയും വളരെയധികം കുറയുകയാണ് ഈ വ്യായാമത്തിലൂടെ. ഓക്കെ, ഇനിയുള്ളത്
ക്വാഡ്രിസെപ്സ് സ്ട്രെച്ചാണ്, അതായത് തുടയുടെ മുൻവശത്തെ പേശികൾക്ക് കൊടുക്കേണ്ട സ്ട്രെച്ച്. ഒരു കാല് പിന്നിലേക്ക് മടക്കി അതേ വശത്തെ കൈകൊണ്ട് കാൽപാദം പിടിച്ചു വയ്ക്കുക. ഓക്കെ, ഒരു 10 സെക്കൻഡ് 5 സെക്കൻഡ്. മുട്ടുകൾ തമ്മിൽ അകലം വരാതെ ചേർത്ത് നിർത്തുക. അല്പം പിന്നോട്ട് തള്ളുന്നതുകൊണ്ട് കുഴപ്പമില്ല. 30 മുതൽ 45 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു വെച്ചാൽ വളരെ നല്ല കാര്യമാണ്. പറ്റുന്നത്രയും പിടിക്കുക. ഇതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ സ്ക്വാറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലെഗ് പ്രസ് ചെയ്യുന്ന സമയത്തും ലഞ്ചസ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ തുടയുടെ മുൻവശത്തെ പേശികൾക്ക് ഒരു സ്ട്രെച്ച് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തുള്ളത് കാഫ് സ്ട്രെച്ചാണ്. കാലിൻ്റെ മസിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് മതിലിൽ കൈവയ്ക്കുക. അതിനുശേഷം ഒരു കാല് മുന്നിലും മറ്റേ കാൽ പിന്നിലും വെക്കുക. പിന്നിൻ്റെ കാലിൻ്റെ കണങ്കാൽ നിലത്ത് അമർത്തി നിർത്തിയതിന് ശേഷം മതിലിലോട്ട് ഇങ്ങനെ തള്ളുക. 30 മുതൽ 45 സെക്കൻഡ് ഇതുപോലെ പുഷ് ചെയ്യുക. ഇതിന് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കാലിലെ മസിലുകൾ മുറുകുന്നത് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ കണങ്കാലിൻ്റെ ചുറ്റുമുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗമാണ്. ഇനിയുള്ളത് ഹിപ്പ് ഫ്ലെക്സർ സ്ട്രെച്ചാണ്. ഹിപ്പ് ഫ്ലെക്സർ സ്ട്രെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യാതിരിക്കരുത്. ഒരു കാല് മുന്നിലും മറ്റേ കാൽ പിന്നിലും വെച്ച് ലഞ്ച് പൊസിഷനിൽ നിൽക്കുക എന്നുള്ളതാണ്. അര പതുക്കെ മുന്നോട്ട് തള്ളുക. പിന്നിലെ കാലിൻ്റെ മുൻവശത്ത് വലിച്ചു നീട്ടൽ അനുഭവപ്പെടുന്നത് പോലെ വരണം. ഓക്കെ, അങ്ങനെ ആയാൽ അത് പ്രോപ്പറാണ്. ഒരു 30 മുതൽ 45 സെക്കൻഡ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ നമ്മൾ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ സ്ക്വാറ്റ് ചെയ്യുന്ന സമയത്തുമൊക്കെ ഈ ഒരു മസിൽ വളരെയധികം ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിപ്പിൻ്റെ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നു, മസിൽസ് റിലാക്സ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഗ്ലൂട്ട് സ്ട്രെച്ചാണ്. ഗ്ലൂട്ട് സ്ട്രെച്ച് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്യുക. നിലത്ത് കിടന്ന് ചെയ്യാം, അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരുന്ന് ചെയ്യാം. ഒരു കാലിൻ്റെ കണങ്കാല് മറ്റേ കാലിൻ്റെ മുട്ടിന് മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ശരീരം പതുക്കെ മുന്നോട്ട് കുനിയുക. നിലമ്പത്തിൽ ഒരു വലിച്ചു നീട്ടൽ അനുഭവപ്പെടുന്ന പോലെ തോന്നാം. 30 മുതൽ 45 സെക്കൻഡ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ കാലിലും ഇതുപോലെ ചെയ്യുക. നമ്മുടെ ഗ്ലൂട്ടിലുള്ള പേശികൾക്ക് റിലാക്സ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ സയാറ്റിക്ക പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്കും ഇത് വളരെ നല്ലതാണ്. അവർക്ക് വരാതിരിക്കാനും ഇത് സഹായിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ്. പിന്നെ നമ്മൾ ഈ വാമപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലൊക്കെ ചെയ്ത വ്യായാമം ഉണ്ടല്ലോ, കൈ ഇങ്ങനെ 10 പ്രാവശ്യം കറക്കുക, കൈ 10 പ്രാവശ്യം കറക്കുക, ഓപ്പോസിറ്റ് സൈഡോട് 10 പ്രാവശ്യം കറക്കുക. അതുപോലെ നമ്മുടെ കഴുത്ത് മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും നമ്മൾ വാമപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, കൈകൾ കറക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ. കൈകൾ കറക്കുന്നതും കഴുത്തിൻ്റെതും അതുപോലെ കൈൻ്റെയും അതുപോലെ തന്നെ ചെയ്യുക. വാമപ്പ് ചെയ്തപ്പം എന്താണോ ചെയ്തത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മസിൽസും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും നമ്മൾ കാലിൻ്റെ സ്ട്രെച്ചുകളാണ് പ്രാധാന്യം കൊടുക്കുന്നെങ്കിലും നമ്മുടെ കൈയുടെ വ്യായാമം കൂടെ ചെയ്തുകൊണ്ട് നിർത്തുക. എല്ലാം കൂടെ ചെയ്യാൻ ഒരു 5 മുതൽ 10 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഇങ്ങനെ കൂൾ ഡൗൺ നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്തതിന് ശേഷം ചെയ്തിരിക്കണം. നമ്മുടെ ശരീരത്തിൽ പല അപകടങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ വേദനകൾ ഒഴിവാക്കാനും നമ്മുടെ ചെയ്ത വ്യായാമത്തിൻ്റെ പൂർണ്ണ ഒരു ഫലം കിട്ടണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഓക്കെ, അപ്പോൾ വാമപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ വ്യായാമം ചെയ്യുക, അതിനുശേഷം കൂൾ ഡൗൺ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുക.